ഇന്നൊരു വിശേഷം ഉണ്ട് ഇവിടെ, അറിയോ നിനക്ക്? എങ്ങനെ അറിയാനാ? ശരീരം ഭൂമിയിലും ആത്മാവ് പരലോകത്തായിട്ടല്ലേ സഞ്ചാരം. പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാൾക്ക് ഇന്ന് 60 വയസ്സ് തികയാ. അതായത് നിന്റെ മഹാഭാവിയായ തന്തയ്ക്ക്. വിശേഷിച്ചാരോടും പറഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ഉണ്ണാൻ നീ ഉണ്ടാവണം, മറക്കരുത്. ഒരാഗ്രഹം. വേണ്ട. എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തന്നു. 10 ലക്ഷം ഉറുപ്പ്യാവുന്നാ പറയണത്. എവിടുന്ന് പിരിച്ചുണ്ടാക്കും ഇത്രയും തുക? ആവുന്നിടത്തോളം പിരിക്ക. പിന്നെ സാംസ്കാരിക വകുപ്പിന്റെ സഹായം എന്തെങ്കിലും തേടാം. സാംസ്കാരിക വകുപ്പിന്റെ പിച്ചത്തട്ടിൽ കൈയിട്ട് വരണ്ട. പല്ലാവൂർ ഗ്രാമത്തിലൊരു കലാക്ഷേത്രം ഉണ്ടാക്കാൻ മനസ്സറിഞ്ഞ് തരുന്നവരുണ്ടെ തരട്ടെ, അത് മതി. ഇല്ലെങ്കിൽ എന്റെ പേരിൽ 4-5 മണ്ണുണ്ടല്ലോ, അത് വിൽക്കും. അത്ര തന്നെ. അച്ഛന്മാരെ, അറിയില്ലെങ്കിൽ നിങ്ങൾ അബദ്ധം പഠിപ്പിക്കരുത്. പഞ്ചാരിക്കൂറ് ഒരടിയും 2 വിരലും ചേർന്ന തിശ്ര നട, ചമ്പക്കൂറ് ഒരടിയും 4 വിരലും ചേർന്ന ഖണ്ഡനട. കുട്ടികളെ പിഴപ്പിക്കരുത്. എന്നാ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ആയിക്കോട്ടെ. ആരാരെ മതി. കുട്ടികളൊക്കെ മറ്റന്നാൾ കഴിഞ്ഞ് വന്നോട്ടെ. എല്ലാവരും മറ്റന്നാൾ കഴിഞ്ഞ് വന്നോളൂ. പുറപ്പെട്ടോളൂ. ഇന്ന് എല്ലാവർക്കും ഊണ് പഠിപ്പരെന്ന്. ആ കുമാര, പോണ വഴിക്കൊരു മുണ്ട് ഷർട്ടും വാങ്ങണം അച്ഛന്. ശരി. ഈ സാമ്പാറും ചോറും പട്ടാപ്പകൽ എങ്ങനെയാ വെട്ടി വിഴുങ്ങന്റെ ദേവേട്ടാ? ഒരു 2 എണ്ണം പിടിപ്പിച്ചാലോ? മണക്കാണ്ടിരിക്ക എന്റെ പുൽത്തയിലുണ്ടേ. വേണ്ട വാസുവേ, ഇന്നൊരു നല്ല ദിവസല്ലേ, നമുക്ക് വൈകുന്നേരം ആക്കാം. ഡേയ്, പുൽപ്പള്ളിക്കാരൻ സക്രിയ ഇങ്ങോട്ടിറങ്ങി കൊല്ലു ഞാൻ. എന്റെ മാതാവേ, ചെണ്ടപ്പോല് പിടിക്കുന്ന ആൾക്ക് എങ്ങനെ ഇത്ര കൈകരുത്? എന്നെ പോലെയുള്ളവന്റെ നെഞ്ചത്തിട്ട് കൊട്ടാൻ കളരിയും മെയ്യഭ്യാസം ഒക്കെ ഉണ്ട് ദേവനാരായണന്റെ കയ്യില്. അറിയാനൊക്കെ